ഇതിനെല്ലാം ഞാൻ നിന്നോടാണോ നന്ദി പറയേണ്ടത്? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. വിവാഹം കഴിക്കാൻ നിനക്ക് ധൃതിയായി അല്ലേ? അലക്സും ഞാനുമായിട്ടുള്ള മനസ്സമ്മതം കഴിഞ്ഞിട്ട് 3-4 വർഷമായി. അതുകൊണ്ട് ഇനിയും വൈകാൻ പറ്റില്ലെന്നല്ലേ? അലക്സിനും അച്ചായനും വിവാഹം ഉടനെ നടക്കണമെന്നാണ്. എനിക്ക് സമ്മതിക്കലേ വഴിയുള്ളൂ. കാതറിൻ, നിനക്ക് അലക്സിനെ ശരിക്കും ഇഷ്ടമാണല്ലേ? ഒരിക്കൽ എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാനിവിടെ അങ്ങേയടുത്ത് വരുന്നതിന് മുമ്പ്. പക്ഷെ ഇപ്പോഴില്ല, തീരെയില്ല. അറിയില്ലേ, എനിക്കിപ്പോൾ ഒരാളെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഈ ലോകത്ത് ഇനി മറ്റാരെയും ഞാൻ ഇഷ്ടപ്പെടുകയില്ല. എന്നിട്ട് നീ എന്നെ ഉപേക്ഷിച്ച് പോകാനൊരു എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാനായിട്ടത് ചെയ്യില്ല. നീ അലക്സിനെ വിവാഹം കഴിച്ചോളൂ. പക്ഷെ അവൻ്റെ വ്യാമോഹങ്ങൾ ഇല്ലാതാക്കണം. അവനിവിടെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാതറിൻ, എങ്കിലല്ലേ നീയും എൻ്റെ അടുത്തുണ്ടാവുള്ളൂ. ഓ ജീസസ്, അങ്ങ് എത്ര നല്ലവനാണ്. ഞാൻ എങ്ങനെ ഇതിന് നന്ദി പറയേണ്ടത്? ആൽബർട്ട്, ഞാൻ വന്ന സമയം ശരിയായില്ല. ഏയ് ഒന്നുമില്ല, ഒരു കത്ത് കൂടി തയ്യാറാക്കാനുണ്ട്. എന്താ ആലീസ്? ഡോക്ടർ ഐസക് has come. Can you come? ഡോക്ടറോട് ഒരു നിമിഷം വെയിറ്റ് ചെയ്യാൻ പറയൂ. Come soon. ഓക്കെ. മാഡം എന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണും? സാധാരണയിൽ കവിഞ്ഞൊന്നുമില്ല. ഏതായാലും നീ ഇപ്പം പൊയ്ക്കുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. നാളെ തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാവണം. ഞാനത് പറഞ്ഞ് ശരിയാക്കും. ഇല്ലെങ്കിൽ അലക്സുമായിട്ടുള്ള ബന്ധം പിരിയാനും ഞാൻ തയ്യാറാണ്. പിരിയാനോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എനിക്കിവിടെ നിൽക്കണം. അങ്ങേ വിട്ടുപോകാൻ എനിക്ക് ആവില്ല. നാശം. അപ്പോൾ അലക്സിന്റെ കാര്യമോ? എനിക്ക് അലക്സിനെയാണ് ആവശ്യം. അലക്സ് ഇവിടെ തുടരാതെ. അപ്പോ അങ്ങേക്ക് വേണ്ടത് അലക്സിനെയാണ്, എന്നെയല്ല. അങ്ങനെയല്ല കാതറിൻ, എനിക്ക് ഏറ്റവും ആവശ്യം നിന്നെയല്ലേ. അതിനുവേണ്ടി അലക്സ് ഇവിടെ തുടർന്നല്ലേ പറ്റൂ. ഞാൻ പോകുന്നു. നിൽക്കൂ. അലക്സ് വരച്ച പ്ലാൻ അവിടെ ഉണ്ടോ? അത് കൊണ്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനത് നോക്കട്ടെ. പണി തകൃതിയായി നടക്കുന്നുണ്ടല്ലോ. ആ, അങ്ങനെ പോകുന്നു. നിങ്ങൾ നടന്നോളൂ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം. ഓക്കെ, അലീസ് ഇരുന്നോളൂ. ഞങ്ങൾ ഉടനെ എത്താം. ഡോക്ടർ വരില്ലേ? ഡിന്നർ എവിടെയാവാം? ഇല്ല ആലീസ്, ഞാൻ അതുവഴിയേ പോകും. നാളെ കാണാം. ഓക്കെ, ബൈ. ബൈ.